ഇപ്പൊ എത്ര പണിയെടുത്തപ്പോ നിങ്ങൾക്ക് ആ പ്രകാശത്തെ ഒന്ന് കാണിച്ചു തരാൻ. ശരിയാണ്. ഇതാണ് മൂസാ നബിക്കും പറ്റിയേ. മൂസാ നബി അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞാൽ കാണാൻ കഴിയില്ല. മൂസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് നിങ്ങൾ തന്നെ മൂസ, വേറെ ഒരു മൂസ അല്ല. ആ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അല്ല, എൻ്റെ ഹൃദയത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ഒന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൂരിശിനാമലിന്റെ മുകളിൽ വന്നു. നിങ്ങളിപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തിയില്ലേ കാണിച്ചു തരാൻ. എന്ന പോലെ തൂരിശിനാമലിന്റെ മുകളിൽ ചെന്ന് മൂസാക്ക് അള്ളാഹുവിന്റെ തിരുമുഖമാണത്. ഇപ്പൊ കണ്ടേണ്ട ഇല്ല, അത് ഇവര് പണ്ഡിതന്മാര് പൊട്ടന്മാര് പറഞ്ഞതാ. നിങ്ങൾ തലറ്റി വന്നോ വീണോ? ആ ഉൾക്കൊള്ളാൻ പറ്റിയോ? അപ്പോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അത് അള്ളാഹു ആണ്, സ്വീകരിക്കാൻ കഴിഞ്ഞില്ല മൂസക്ക്. അതാണ് ബോധം ഇതായില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ബാബന്റെ ഈ വീഡിയോ കുറെ കണ്ടത് കൊണ്ട് അതിൽ പറഞ്ഞത് ഇപ്പോഴാണ് നിങ്ങൾ ഓർക്കണത്. നിങ്ങൾ എങ്ങനെ നോക്കിയിട്ടും കാണുന്നില്ല. ഇപ്പൊ കൊണ്ടുപോയി അതിനെ ദൃഢമാക്കി കണ്ട കുട്ടികൾ കാണിച്ചു തന്നെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല മൂസക്ക്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. നോക്കുന്നവർക്ക് ഞാൻ അതിനെ അലങ്കൃതമാക്കി. എന്നിട്ട് മൂസനോ പറഞ്ഞ് ഇനി 2 ബഹർ സ്വരുമിക്കുന്ന സ്ഥലത്ത് എത്തിയാൽ ഹില്ലറിനെ കാണാനോ അല്ലേ? മൂസക്ക് ഇത് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ മൂസക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞോ? അതെ, അല്ല ഇവിടെ പറഞ്ഞേക്കാൻ ഇവിടെ അല്ലാതെ വേറെ ഇവിടെ ഉള്ളത്. ആ മറ്റേ ഹില്ലറി ഇവിടെ തന്നെ ഉള്ളത്. എന്താ 2 ബഹർ എന്ന് പറയാ, 2 കടല് ഏതാന്ന് പറയാ ഖുറാനിൽ പറഞ്ഞ. ഖുറാനിലെല്ലാം ഉദാഹരണങ്ങള് ഉപമകളാ പറയുന്നത്. അതിന് നിങ്ങൾ കടലും ചെന്നാൽ കാണൂല, തെരഞ്ഞു ചെന്നാൽ കാണൂല. 2 കടൽ ബഹർ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറും എന്ന 2 ബഹർ ഒന്നായിരിക്കുന്ന സ്ഥാനമാണ്. ദുനിയാവും ആഖിറും ഇല്ല, അത് ഒന്നാണ്, വേറെ അല്ല, 2 അല്ല. ദുനിയാവും ആഖിറും 2 അല്ല, ഒന്നാണ്. ഇല്ല എന്നല്ല, ഉണ്ട്. അത് 2 അല്ല, ഒന്നാണ്. അതാണ് ഇവിടെ. ഹില്ലറാണ് ഞാൻ, ആ മുഹമ്മദാണ് ഞാൻ. ആ കൃഷ്ണനും രാമനും ബുദ്ധനും മുഹീദ്ദീനും മുഹമ്മദ് കബീറും അജ്മീർ കാജിയും എല്ലാം ഒന്നായി ചേർന്നവനാണ് ഞാൻ.